ഹൗ ക്യാൻ യു ട്രസ്റ്റ് യുവർ ഗേൾ ഫ്രണ്ട് അതും കൂടെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഇഫ് യു നോ യു നോ അതാണല്ലോ കിടക്കുന്നത്. അതാണ് ഇപ്പൊ എല്ലായിടത്തും കമന്റ് സെക്ഷനും മറ്റേ മീംസിലെല്ലാം സ്പോയിലർ പറയാൻ പറ്റില്ല. DSLR ഞാൻ കാണുമ്പം ഞാൻ ഈ ആംഗിളിൽ നിന്നാണ് ഈ ആംഗിളിൽ നിന്ന് ഇത്രേ കാണുന്നുള്ളൂ, ഫേസ് കവറായി, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പത്തേക്ക് സീൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അസസ്മെന്റ് ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും വന്നു. അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ടല്ലോ ഞാനാണോ പ്രേതം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഞാൻ എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ കൈ വരുന്നുണ്ടോ, ഇങ്ങനത്തെ നിഴലുണ്ടോ, എന്തെങ്കിലും കണ്ടോ. ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ മമ്മൂക്കന്റെ കൂടെ ഉള്ള സമയം മൊത്തം യൂട്ടിലൈസ് ചെയ്തു. മമ്മൂക്കയാണ് അതിൽ ലീഡ് എന്നുള്ളത് നോക്കി മാത്രമാണ് ഞാൻ അയക്കുന്നത് ഓഡിഷൻ കോള്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നയൻതാര ഫാൻസ്, നയൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ മലയാളി ലുക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ചില ഫിലിംസിലൊക്കെ ഈ ലുക്ക് അല്ലാത്തോണ്ട് അവർ വിളിക്കില്ല. ടിക്കി ടാക്കിയല്ലേ ഞാൻ ഒരു ബ്രീഫ് റോൾ ചെയ്തിട്ടുണ്ട്. ആട് ഞാൻ കാണുമ്പോ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുമ്പോൾ കോളേജില് ഭരത് ഗോപിയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ആ ക്യാരക്ടറിലോട്ട് ക്യാരിഡ് അവേ ആവും. എന്നാൽ പുള്ളിയുടെ ഓരോ ഫിലിംസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിക്ക് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹൊറർ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ ഇച്ചിരി കംഫർട്ടിങ് ആയിട്ട് തോന്നും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല. അതുല്യ ചന്ദ്ര, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. ശരിക്കും പറഞ്ഞ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി പോകുന്ന രണ്ട് പേരുകളാണ്, ഒന്ന് അതുല്യ, രണ്ട് ചന്ദ്ര. രണ്ട് പേര് ഒരുമിച്ചുള്ള ഒരാളാണ് ഇന്ന് ക്യൂ സ്റ്റുഡിയോയിൽ ഉള്ളത്. ആദ്യം തന്നെ ഹ്യൂജ് കൺഗ്രാജുലേഷൻ, കാരണം 50 crore ക്ലബിൽ കയറി സിനിമ. സോ തുടങ്ങുന്നത് തന്നെ ഇൻട്രൊഡക്ഷനിൽ അതുല്യ ചന്ദ്ര എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ബൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. സോ എങ്ങനെയായിരുന്നു DSLRയിലേക്കുള്ള ഒരു എൻട്രി? ഞാൻ രാഹുലിനെ ഭൂതകാലം തൊട്ട് ഫോളോ ചെയ്യുന്നത്. ഭൂതകാലം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കുറെ ദിവസം ഇതിന്റെ തലയിൽ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അത്രയും ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ചെയ്യും, ഇങ്ങനെ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭ്രമയുഗം വന്നു. അതിലും വേറൊരു റേഞ്ചിൽ തന്നെ ചെയ്ത ഫിലിമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു രാഹുൽ എന്നെ ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തു, ഇങ്ങനൊരു അടുത്തൊരു പടം വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ. ഞാൻ എന്താന്ന് പോലും ചോദിച്ചില്ല. ഇവരുടെ ഒരു ടീമിന്റെ വർക്കാകുമ്പോ നമ്മള് ചെയ്യാന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സീൻ കിട്ടിയപ്പോഴത്തേക്കിനും ഇതാ സീൻ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അതായത് നല്ല ടീമിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യുമ്പം അതിനൊരു ക്രാഫ്റ്റ് കാണും. അത് വെറുതെ ഇങ്ങനെ സീനിന് വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല. എന്നോട് പറഞ്ഞു, രാഹുൽ പറഞ്ഞു ഒരു സീനേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനാണ്. പ്രണവിന്റെ ഇൻട്രോ ഷോട്ടാണ്. അപ്പം എനിക്കും അത് രസമായിട്ട് തോന്നി. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹീറോനെ ഇത്തരത്തിലൊരു ഇന്റിമസി സീനിൽ, ഒരു ലവ് മേക്കിംഗ് സീനിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ആൻഡ് മേ ബി ലൈക്ക് ഒരു പാസ്റ്റ് 3 വർഷത്തിനിടയിലായിരിക്കും ഈ ഇന്റിമസി കൊറിയോഗ്രാഫേഴ്സ് അവരുടെ സിനിമയിലുള്ള ഇമ്പോർട്ടൻസ്, അത് വെറും ഒരു സീനല്ല, അത് ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫ്ഡ് സീനാണ്. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ മേ ബി ലൈക്ക് ഒരു കഴിഞ്ഞ 3 വർഷത്തിനിടയിലാണ് വരുന്നത്. സോ ഈ ഒരു സീക്വൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സിക്യൂഷൻ, അതിന്റെ പ്ലാനിങ്, അതൊക്കെ എങ്ങനെയായിരുന്നു? ആൻഡ് വിത്ത് പ്രണവ് ടു. അല്ല, അത് ശരിക്കും അതിലൊരു ഇന്റിമസി കോർഡിനേറ്റർ ഉണ്ട്. അപ്പൊ അതില് നമ്മളോട് പറയാൻ എന്തൊക്കെയാണ് അതിലുള്ളത്. അതൊന്നും വലിയ ഇഷ്യൂ അല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഇപ്പൊ എല്ലാരും ഇങ്ങനെ ബോൾഡ് സീൻ ഒക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ എനിക്കത് എന്താ പറയാ, ബോൾഡായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നില്ല. ആ മൊമെന്റ് എങ്ങനെ നമുക്ക് ഓണസ്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്നതാണ്. അപ്പോ ഇപ്പൊ പടത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ നമ്മുടെ, അപ്പൊ അത് റോഹന്റെ ക്യാരക്ടർ ആർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഷോട്ടും കൂടാണ്. അപ്പൊ അവൻ ആരാണ്, അവന്റെ ബന്ധങ്ങൾ എങ്ങനെ കഥയെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ സീൻ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇപ്പൊ ആ സീൻ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു എക്സൈറ്റ്മെന്റ്, സർപ്രൈസ്, സീക്രസി, വൈൽഡ്നെസ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വരുന്നതാണ് ആ സീൻ. അപ്പോൾ ഓൺ സ്ക്രീൻ ഇന്റിമസി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് എന്താ പറയാ, വികാരത്തിന്റെ വേറൊരു ഭാഷയായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം എന്നൊക്കെ ഉള്ള പോലെ തന്നെ അതെങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പോ ഇപ്പൊ നമ്മള് ഡാൻസ് സീൻ കൊറിയോഗ്രഫി ചെയ്യുന്നു, ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്യുന്നു,
അതുപോലെ തന്നെ. അപ്പൊ ശരിയായ കാരണത്താൽ അത് ചെയ്യുമ്പോൾ അത് സെൻസേഷണലിസം അല്ല, അത് സ്റ്റോറി ടെല്ലിങ്ങെ മാറും. അപ്പോൾ സിനിമ ഒരു എക്സ്പീരിയൻസ് ആണ്, അത് കാണുന്ന ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളത് കാണുമ്പോഴത്തേക്കിനും അതിനെ വിലയിരുത്തരുത്. എങ്ങനെയായിരുന്നു പ്രണവിന്റെ കൂടെ ഒരു വർക്കിംഗ്? നല്ലായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇത് യൂഷ്വലി എല്ലാവരും പറയുന്ന ഒരു കാര്യം, പ്രണവ് ഭയങ്കര പാവാണ്, സൈലന്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആക്കും മറ്റുള്ളവരെ എന്നുള്ളത്. സോ എങ്ങനെയായിരുന്നു ആ ഒരു വർക്കിംഗ് സ്റ്റൈലും സെറ്റിലും ഒക്കെ? ആക്ച്വലി പ്രണവും പിന്നെ സ്വാതിയും ഉണ്ടല്ലോ, അപ്പൊ നമ്മള് മൂന്നുപേരും എപ്പോഴും ഒരുമിച്ച്. അതെ അതെ. പിന്നെ എനിക്ക് 2 ദിവസം ഉള്ളായിരുന്നു ഷൂട്ട്, അപ്പൊ ഉള്ള സമയത്ത് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മിക്കത് നൈറ്റ് ആയിരുന്നു, ആ വീടുണ്ടല്ലോ അവിടെ തന്നെ ആയിരുന്നു ഷൂട്ട്. പിന്നെ ടീം നല്ല, അപ്പം രാഹുലാണെങ്കിലും ഷഫീഖിനെ എനിക്കറിയാം, പിന്നെ ഷനാദിക്ക. അപ്പൊ അവരുടെ ഒരു മേക്കിംഗ് നമ്മള് പഠിക്കുമല്ലോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഗാനഗന്ധർവനാണ് ആദ്യത്തെ സിനിമ, അതിൽ മമ്മൂക്കയുടെ കൂടെയാണ്. വെരി ബ്രില്യന്റ് റോൾ, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്, കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്ന ആളാണ്. സോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ വേണ്ടി എങ്ങനെയായിരുന്നു ഗാനഗന്ധർവിലേക്കുള്ള എൻട്രി, കൂടെ മമ്മൂക്കയുടെ കൂടെ ഇടിച്ചു നിൽക്കുന്ന ഈ റോളും? ഗാനഗന്ധർവിൽ ഓഡിഷൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് അതിന് സെലക്ട് ആയിട്ട് വിളിച്ചു പിഷാട് സാറ്, അവരുടെ ടീമിൽ നിന്നുള്ള ഒരാൾ വിളിച്ചു. ഫസ്റ്റ് ഓഡിഷൻ കൊടുക്കാൻ പോയപ്പോ 2 റോൾസ് ഉണ്ട്, ഒന്ന് മറ്റേ അഡ്വക്കേറ്റിന്റെ റോളും ഒന്ന് വില്ലനായിട്ടുള്ള. അപ്പൊ പറഞ്ഞ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല, ഈ 2 ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ലോയാ പഠിച്ചത്. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, പിഷാട് സാർ എന്നോട് പറഞ്ഞു, ഇതിൽ IPC ഒക്കെ കുറച്ച് പറയാനുണ്ട്, അപ്പൊ അത് നിനക്കറിയാലോ, അപ്പൊ അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, പഠിച്ചിട്ടുള്ളു, അപ്പൊ നമുക്ക് ഇത് കാണാതൊന്നും അറിയില്ല. അപ്പൊ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, ഡയലോഗ് വരാം, ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ഒരു ചായ ഒക്കെ എടുത്ത് നമ്മൾ കുറച്ചു പേർക്ക് സെർവ് ചെയ്യുമ്പോ ഈ IPC പറഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ഡയലോഗ് മൊത്തം തെറ്റി, എനിക്ക് ഓർമ്മയില്ല അത് എങ്ങനെ അതിന്റെ ഓർഡർ പറയണ്ടേ. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ശരിക്കും വക്കീലാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഇപ്പൊ പഠിച്ചിട്ട് ഇറങ്ങിയല്ലേ ഉള്ളു, അപ്പൊ നമ്മൾ ഓർത്തൊന്നും ഇരിക്കില്ല. എന്നാ പിന്നെ വേറൊരു റോളുണ്ട് അത് ചെയ്യുന്നു പറഞ്ഞിട്ട്, സാൻഡ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വില്ലന്റെ റോളാണ്, അത് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്ത് കാണിച്ചു. അപ്പം വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് സെക്കൻഡ് റൗണ്ട് വിളിച്ചു, അപ്പോഴാണത് കൺഫേം ആണ്. ബ്രില്യന്റ്. ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്, അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ മമ്മൂക്കന്റെ കൂടെ ഉള്ള സമയം മൊത്തം യൂട്ടിലൈസ് ചെയ്തു. ആളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും. മമ്മൂക്ക സാറാണെങ്കിലും ഭയങ്കര ക്യൂരിയസ് ആണ്, എപ്പോഴും എന്തെങ്കിലും ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പല സമയം നമുക്ക് അതിന് ഉത്തരം കാണത്തില്ല. നമുക്കൊരു നമ്മളോടൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോ ചിലപ്പോ നമ്മളത് വിട്ടുപോകും. സാർ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പിന്നെ പറയും, അന്ന് ഞാൻ ചോദിച്ചത് ഇതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത്. അങ്ങനത്തെ ഒരാള്. അപ്പൊ ഭയങ്കര ഒരു ബ്രില്യന്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് മലയാളം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആയിരുന്നു, തമിഴ് സിനിമ ചെയ്യുന്നു, തെലുഗു മൂവീസ്. ഞാൻ ആക്ച്വലി ആദ്യം തെലുഗുവാ ചെയ്തത്. ആദ്യം തെലുഗുവാ ചെയ്തത്. മത്തു അദലറ എന്ന് പറഞ്ഞൊരു ഫിലിം മൈത്രിയുടെ പ്രൊഡക്ഷനിലായിരുന്നു. അതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അതൊരു നല്ല, അതിന്റെ സെക്കൻഡ് പാർട്ട് വരും. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ എന്റെ ഒരു ക്യാമിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു അവിടെ. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വരുമ്പോഴാണ് ഗാനഗന്ധർവന്റെ ഓഡിഷൻ. ഗാനഗന്ധർവനിൽ ഞാൻ നോക്കുമ്പോ മമ്മൂക്കയാണ് അതിൽ ലീഡ് എന്നുള്ള നോക്കി മാത്രമാണ് ഞാൻ അയക്കുന്നത് ഓഡിഷൻ കോള്. അപ്പം പക്ഷെ ഗാനഗന്ധർവനാണ് ആദ്യം റിലീസായത്, അത് കഴിഞ്ഞാണ് തെലുഗു മൂവി റിലീസാകുന്നത്. അതിനുശേഷമാണ് പിന്നെ തമിഴ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തമിഴ് ചെയ്തു. തമിഴ് മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കൈദിയുടെ ഒക്കെ റൈറ്റർ ഡയറക്ടറായിട്ട് വന്ന ഒരു സിനിമയാണ്. സന്താനത്തിന്റെ കൂടെ ഒരു ലീഡ് റോൾ ആയിരുന്നു. എങ്ങനെയായിരുന്നു തമിഴ് മൂവിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനും ഈ സിനിമയുടെ എക്സ്പീരിയൻസും ഒക്കെ? തമിഴ് നല്ലായിരുന്നു. തമിഴിൽ വർക്ക് ചെയ്യാൻ അവര് ക്രാഫ്റ്റ് നന്നായിട്ട്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ക്രാഫ്റ്റ് അവർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ അവർക്കൊരു കൊമേഴ്ഷ്യൽ സ്കെയിൽ ഉണ്ട് എടുക്കുന്നതിനെല്ലാം. മലയാളത്തിന്റെ പോലല്ല, മലയാളത്തിൽ ചില ഫിലിംസിനെ അതുള്ളൂ, തമിഴിൽ മിക്കതിനും അതിനൊരു ഇതുണ്ട്. അതിന്റെ ക്യാമറമാൻ ആക്ച്വലി വിജയ് കാർത്തിക് ആണ്, ജയിലറിന്റെ ക്യാമറമാൻ. അപ്പൊ അവരുടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതില്.
ഒരുപാട് ആഡ് ക്യാമ്പയിൻസ് ചെയ്തിട്ടുള്ള ആളാണ്. സ്പെഷ്യലി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തനിഷ്ക്, മേക്ക് മൈ ട്രിപ്പ്, കേരളത്തിൽ ഹിറ്റായത് സ്കീ ഐസ്ക്രീംസിന്റെയാണ്. ഒരു ഒരു ഇടയിൽ ലൈക്ക് എവറി മെട്രോ പില്ലർ, എവറി ഷോപ്പ്, ദാറ്റ് കേളി ഹെയർ, പിന്നെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട്, അത് ഭയങ്കര വൈറലായിരുന്നു. സോ ഈ ആഡ് ക്യാമ്പയിൻസിലേക്ക് വരുന്ന സമയത്ത് ഫിലിം തന്നെയായിരുന്നു അതിന്റെ ഒരു മോട്ടിവേഷൻ? തുടങ്ങുന്നത് കേരള ടൂറിസത്തിന്റെ ആഡ് വെച്ചാണ്. അപ്പൊ അത് മിറാമർ ഫിലിംസിന്റെ ആൻ അഗസ്റ്റിൻ ആയിരുന്നു വിളിച്ചത്, ഇങ്ങനെ കേരള ടൂറിസത്തിന്റെ ഒരു ആഡ് ഉണ്ട് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഒന്നും ഞാനിങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇതിൽ ചെയ്യണോ, സിനിമയിലൊക്കെ കയറണോ എന്താന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞാനത് ചെയ്തു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ഒരു ആഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ആഡ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആഡ് കുറച്ച് ചെയ്തു. ഞാൻ ഒരിക്കലും മോഡലിങ്ങോ അങ്ങനെ റാമ്പ് വോക്കോ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ആഡ് ഷൂട്ട്സ് വരാൻ തുടങ്ങിയപ്പം ആ സമയത്താണ് എനിക്ക് മൈത്രിന്ന് കോൾ വന്നിട്ട് ഒരു കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെയാണ് സിനിമയിലേക്ക് സിനിമ. അപ്പൊ ഞാൻ സിനിമയും പാരലലി ആഡ്സും ആ ചെയ്യുന്നത്, ഇത് രണ്ടും. പിന്നെ അതിനുശേഷം തനിഷ്ക ആയിക്കോട്ടെ, DQന്റെ കൂടെ ആയിക്കോട്ടെ, ഒരു ലീഡായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ആളാണ്. സോ ആദ്യം തന്നെ ഹൗസ് വർക്കിംഗ് വിത്ത് നയൻതാര? നയൻതാര ഇസ് റിയലി നൈസ്. ഞാൻ കുറച്ചൊരു ആക്ച്വലി ആ സെറ്റ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഒരു ദിവസത്തെ ഷൂട്ടും പിന്നെ മഴയും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഷീ കെയിം ഇറ്റ് വാസ് നൈസ്. നമ്മൾ കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശില്പ ട്രീസ എന്ന് പറഞ്ഞ. ശില്പ ഭയങ്കര നയൻതാര ഫാൻ ആയിരുന്നു. അപ്പൊ നയൻസ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയായിരുന്നു. പുള്ളിക്കാരെ കണ്ടപ്പോ അത് തന്നെ ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നയൻതാര ഫാൻസ്, നയൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാർക്ക് ഭയങ്കര സന്തോഷമായി. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു, അതിനുശേഷമാണ് ദുൽഖറിനോട് വർക്ക് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ആഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. കാരണം അത് ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ കമ്മിങ് ബാക്ക് ടു DSA, ഒറ്റ സീൻ ഉണ്ടായുള്ളൂ, പക്ഷെ സെറ്റിൽ ഇടയ്ക്കൊക്കെ വന്നു പോയും അങ്ങനത്തെ ഹാപ്പനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ സിനിമയുടെ സ്റ്റോറി ഇതാണ് എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു? സിനിമയുടെ സ്റ്റോറി എനിക്കറിയില്ലായിരുന്നു. ഞാൻ പ്രീമിയറിന് വന്നപ്പോഴാണ് ഇതിന്റെ കഥ എനിക്കറിയുന്നത്. അപ്പൊ രാഹുൽ ആ സസ്പെൻസ് ആയിട്ട് വെച്ചൊക്കെയായിരുന്നു. അപ്പൊ എനിക്കൊരു ഞാൻ ഈ ഒരു പോർഷൻ ചെയ്തിട്ട് വന്നു. അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാനാണോ പ്രേതം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, അതൊരു അർബൻ ഹൊററാന്ന് മാത്രമേ അറിയൂ, എനിക്ക് സസ്പെൻസ് ആന്ന് പറഞ്ഞു. ഈ DSAയിലെ ഏറ്റവും സർപ്രൈസ് ചെയ്തൊരു ഫാക്ടർ, അതായത് ഒന്നെനിക്കറിയാം ഓഫ് കോഴ്സ് പ്രണവ് ആയിരിക്കും, പിന്നെ രാഹുലിന്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആസ് എ പാഷനേറ്റ് ആക്ടർ. അതല്ലാതെ വാട്ട് വാസ് എ ഹൈയസ്റ്റ് ഫാക്ടർ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? ഷെഫീഖ് എഡിറ്റർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഷെഫീഖ് ഞാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫിലിം എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നത്. പിന്നെ ഷഹനാദിക്കാന്റെ ക്യാമറ ആക്ച്വലി ഞാൻ ബ്രഹ്മയുഗത്തിൽ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഞെട്ടിയായിരുന്നു. കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും നമ്മൾ ആ പടം കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നില്ല നമുക്ക്. അങ്ങനെ അത്രയും നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചാ ചെയ്തത്. അപ്പം ഈ ഒരു കോമ്പിനേഷന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് അതെനിക്ക് ഭയങ്കര, ഇപ്പൊ ഓൾ ഇൻ ഓൾ എനിക്കത് എക്സൈറ്റിംഗ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും പ്രണവ് ആണെങ്കിലും ആ ഒരു കംപ്ലീറ്റ് സെറ്റ്. ഈ ഹൊറർ മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ പേടിച്ചിരുന്ന് കാണുന്ന ആളാണോ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. ഹൊറർ മൂവിയിൽ അഭിനയിച്ച അതുല്യ ചന്ദ്ര കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു ഹൊറർ മൂവി ഏതാണെന്ന് ചന്ദ്ര പറയും? എനിക്ക് ഭൂതകാലം കണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹോണ്ടിങ് ആണ്. അത് അങ്ങനല്ലല്ലോ, ഒരു ഹോണ്ടിങ് ഫീൽ ആണല്ലോ. പിന്നെന്താ, രാത്രി വീട്ടിൽ ഒറ്റയ്ക്ക് പേടി, ആ മൂഡാണല്ലോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ കൈ വരുന്നുണ്ടോ, ഇങ്ങനത്തെ ഒക്കെ നിഴലുണ്ടോ, എന്തെങ്കിലും കണ്ടോ, അങ്ങനത്തെ ഒരു പ്രേതം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫിലിം ഒക്കെ കണ്ടു കഴിയുമ്പോ കുറച്ചു നേരത്തേക്ക് നമുക്കൊരു ഉണ്ടാവും. ഓക്കെ, ഭൂതകാലം ലിസ്റ്റിലുണ്ട്. ഇനി ഭൂതകാലം അല്ലാതെ ഇപ്പൊ ഇംഗ്ലീഷ് ഫിലിംസ് കുറെ ഇതുണ്ട്. കോൺജറിങ്, ആനബെല്ല്, അങ്ങനത്തെ കുറെ സീരീസ് ഇരുന്ന് കാണാറുണ്ട്. ഇങ്ങനത്തെ കുറെ റോളുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയില്. തെലുഗു ചെയ്തു, തമിഴ് ചെയ്തു, മലയാളത്തിലെ സിനിമകൾ ചെയ്തു. ആൻഡ് യു ആർ ഇൻ എ 50 crore ക്ലബ്. ഇനി എന്തൊക്കെ ടൈപ്പ് ജോണേഴ്സ് ആണ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം?
എനിക്ക് ആക്ഷൻ ചെയ്യണമെന്നുണ്ട്. ആ എനിക്ക് ട്രെയിൻഡ് ആണോ? ട്രെയിൻഡ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ചാള് കളരി പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് അത് അവിടെ ക്ലോസ് ആയി, കളരിയുടെ ഇത് ക്ലോസ് ആയി. അപ്പൊ പിന്നെ ഞാൻ കുറച്ചാള് MMA ചെയ്യാൻ ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് മിക്സ്ഡ് മാർഷൽ ആർട്സിലോട്ട് പോകുന്നുണ്ട്. കുറച്ച് കിക്സും അതൊക്കെ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ഒരു സൈഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും പഠിച്ചോണ്ട് എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ ഡാൻസിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മാർഷൽ ആർട്സ് പോലത്തെ എന്തെങ്കിലും ചെയ്യാൻ. ഡാൻസും ഇഷ്ടമാണ്, ഇതും ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട്. പിന്നെ ഞാൻ ഫയർ ആംസിൽ ട്രെയിൻഡ് ആണ്. അപ്പൊ അതും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നേരത്തെ ഓഡീഷന് പോയ സമയത്ത്, ഗാനഗന്ധർവന്റെ ഓഡീഷന് പോയ സമയത്ത് പറഞ്ഞായിരുന്നു ലോ പഠിച്ചിപ്പോ ഇറങ്ങിയുള്ളൂ. ഈ ലോയുടെ ജേർണി എങ്ങനെയായിരുന്നു? ലോ ആയിട്ട് യു ജസ്റ്റ് കംപ്ലീറ്റഡ് ദ കോഴ്സ്? ഞാൻ പഠിച്ചത് ഹരിയാനയിലാണ്. അപ്പോ അവിടുത്തെ ലോ കോളേജിൽ പഠിച്ചു. ഈ 12th കഴിഞ്ഞ ഒരു 5 year കോഴ്സ് ഉണ്ട്, BA LLB ഓണേഴ്സ്. അതാ ചെയ്തത്. അത് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടെ ചണ്ഡീഗഡ് ഹൈക്കോർട്ട് ഉണ്ട്, ഡൽഹി ഹൈക്കോർട്ട് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഇന്റേൺഷിപ്പ് ചെയ്തു പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇവിടെ ഒരു 2015 കേരളത്തിൽ വന്നു, കേരള ഹൈക്കോർട്ടിലോട്ട് വന്നു. ഇപ്പൊ രാംപിള്ള സാറിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ കുറച്ചാള് സാറിനെ അസിസ്റ്റ് ചെയ്ത് നിന്നു. ആ ഓഫീസിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ എൻറോൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എനിക്ക് ഈ ആഡിന്റെ ഓഫേഴ്സ് വരാൻ തുടങ്ങി. അപ്പൊ ശരിക്കും ഞാൻ ഇനിഷ്യലായിട്ട് നോക്കുവാണെങ്കിൽ ആസ് എ ബിഗിനർ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഇങ്ങോട്ടാണ് ഓപ്ഷൻ വന്നിട്ട് ഞാൻ പിന്നെ അതിന്ന് ചെയ്യായിരുന്നു. എന്നാ പിന്നെ അതിന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ആഡ് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി ക്യാമറ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആക്ടിങ്ങിന് ട്രെയിൻഡ് ഒന്നുമല്ല ആ സമയത്ത്, ട്രെയിനിങ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ഈ ആൾക്കാർ ഇവിടെ നിൽക്കുന്നു, ക്യാമറ ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. അതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ this is nice. ഇത് ആഡ് ക്യാമ്പയിൻസിനെ കുറിച്ച് പറഞ്ഞു, സിനിമയെ കുറിച്ച് പറഞ്ഞു, പല ലാംഗ്വേജസിലും വർക്ക് ചെയ്തു. സിനിമയിലെ അതുല്യനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി ഇറ്റ് ക്യാൻ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, പ്രീ പ്രൊഡക്ഷൻ ആവാം, പോസ്റ്റ് പ്രൊഡക്ഷൻ ആവാം. ഫിലിം മേക്കിങ്ങിന്റെ ഫാക്ടേഴ്സിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? എനിക്ക് ആക്ച്വലി ഈ ഷൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് വലിയ ഇഷ്ടമാണ്. നമ്മളോട് ഒരു കഥയായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓൺ ആവണം. കഥയായിട്ട് കുറെ പേരുത്തുണ്ട്, ഇത് കഴിഞ്ഞ് പ്രോജക്റ്റ് ഓൺ ആവണം. പ്രോജക്റ്റ് ഓൺ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ ആക്ടിങ് ക്ലാസ്സിലൊക്കെ പോവാറുണ്ട്. ഞാൻ ആ സ്ക്രിപ്റ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്റെ തലയിൽ കൂടെ വേറൊന്നും ഓടില്ല. വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറി നിൽക്കും. അപ്പൊ ഇതിനെപ്പറ്റി മാത്രമേ ഞാൻ ആലോചിക്കും. ഇപ്പൊ എനിക്ക് ഡയലോഗ് പഠിക്കാനുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡയലോഗ് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആ പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് പറയാം. പിന്നെ ടെക്നീഷ്യൻസിനോട് എപ്പോഴും സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അവരോരോന്ന് പറയും. ഞാൻ എപ്പോഴും ചോദിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ ഏത് പ്രൊഫൈലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ സീനിൽ എന്തായിരിക്കും. അങ്ങനെ എനിക്ക് വലുതായിട്ട് അറിയില്ല. പക്ഷെ അവരെന്തെങ്കിലും തരുന്നത് എപ്പോഴും എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ കാണും സംസാരിക്കുമ്പോഴത്തേക്കിനും. അപ്പൊ എനിക്ക് കൂടുതലും പ്രോസസ്സാണ് ഇഷ്ടം. പിന്നെന്താന്ന് വെച്ചാൽ ഈ ഫിലിം ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ കാണുമല്ലോ സ്ക്രീനിൽ, എനിക്ക് ശരിക്കും അതിലൊരു അസസ്മെന്റ് ഇല്ല. നമ്മളൊരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സീൻ തന്നെ കാണുമ്പോൾ എനിക്കൊരു അസസ്മെന്റ് ഇല്ല. ഇപ്പൊ തന്നെ ഈ പടത്തില് DSLR ഞാൻ കാണുമ്പം ഞാൻ ഈ ആംഗിളിൽ നിന്ന് ഇത്രേ കാണുന്നുള്ളൂ, ഫേസ് കവറായി, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പത്തേക്ക് സീൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അസസ്മെന്റ് ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിന്റെ പ്രോസസ്സാണ്. ഷൂട്ട് ചെയ്യുന്ന സമയം സെറ്റിൽ പോകുന്നതും ആൾക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടം തന്നെയാണെന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് വരാണ്. അതിന്റെ ന്യൂസ് എന്താ? അതിന്റെ ന്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചു നാളായിട്ടൊരു ആഗ്രഹമായിരുന്നു പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. എന്റെ ബാനറിൽ ചന്ദ്ര പിക്ചേഴ്സ് എന്നുള്ള ബാനറിൽ ലോഞ്ച് ചെയ്യുന്നത്. ആ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വർഷമായിട്ട് നമ്മളത് ടീമൊക്കെ ബിൽഡ് ചെയ്ത് വരണമല്ലോ. ഇപ്പൊ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു പോസിറ്റീവ് കോംപ്ലിമെന്റ് തരാം. യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ മലയാളി. താങ്ക് യു.
ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള ഒരു അതെ. ഇപ്പൊ പാൻ ഇന്ത്യൻ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ആഡ്സ് ഒക്കെ വരും. അപ്പൊ നമുക്ക് നാഷണൽ ആഡ്സ് ഒക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ എൻ്റെ അമ്മയുടെ സൈഡൊക്കെ കുട്ടനാടാണ്, ഞാൻ ചങ്ങനാശ്ശേരിയാ സ്ഥലം. അപ്പൊ ഇതിൽ കൂടുതൽ മലയാളി ആവാൻ പറ്റില്ല. അവര് ഞാൻ പ്രോപ്പർ മലയാളിയാണ്. ഇപ്പം അതുകൊണ്ട് ഇപ്പൊ മലയാളി ലുക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ചില ഫിലിംസിലൊക്കെ ഈ ലുക്ക് അല്ലാത്തോണ്ട് അവർ വിളിക്കില്ല. അതായത് ടിപ്പിക്കലി ഒരു മലയാളി ലുക്ക് അല്ല, അപ്പൊ അതുകൊണ്ട് അത് സൂട്ടബിൾ അല്ല. പക്ഷെ അത് ഓക്കെ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തമിഴും തെലുങ്കിലും ഒക്കെ വർക്ക് വരുന്നത്. അവർക്ക് അങ്ങനത്തെ ഫേസ് ആണ് വേണ്ടത്. അപ്പം അത് ബാലൻസ് ഔട്ട് ആവാറുണ്ട്. ക്യാരക്ടർ തന്നെ അത് ഡിമാൻഡിങ് ആയിരുന്നു. ഗ്രേറ്റ്. ആൻഡ് ഇനി വരാനിരിക്കുന്ന വർക്ക്സ് എങ്ങനെയൊക്കെയാണ്? എക്സൈറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്? അടുത്തത് പത്മകുമാർ സാറിന്റെ പടം ഞാൻ ചെയ്തു. റോഷൻ മാത്യു ലീഡായിട്ടാണ്, റോഷന്റെ പേരായിട്ട്. അതിന്റെ ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. ഞാൻ ടൈറ്റിൽ ഇതുവരെ ഇട്ടിട്ടില്ല. ജോണർ ഒരു ക്രൈം ത്രില്ലർ ജോണർ. പിന്നെ ടിക്കി ടാക്കിയില് ഞാൻ ഒരു ബ്രീഫ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് സ്വാഗ് ഉള്ള ഒരു റോളാണ്. അപ്പൊ രോഹിത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ല ചെറിയൊരു റോളാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ട് ഉള്ള റോളാണ്. ഇമ്പാക്ട് അല്ല, എന്നാലും അത്യാവശ്യം നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. അതില് ബാക്കിയൊന്നും പുറത്തു പറയാൻ പറ്റില്ല. If you know, you know. അതാണല്ലോ കിടക്കുന്നത്. അതാണ് ഇപ്പൊ എല്ലായിടത്തും കമന്റ് സെക്ഷനും മറ്റേ മീംസിലും എല്ലാം നമുക്ക് സ്പോയിലർ പറയാൻ പറ്റില്ല. ഒരു സീൻ ഉള്ളെങ്കിൽ എന്താ, കുട്ടി കലക്കി തിമിർത്തു പിടിക്കുക, അങ്ങനെയാണ്. ദാറ്റ് ഈസ് വെരി പോസിറ്റീവ് തിങ്. കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ റോള് ചെയ്യുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോ ഇത് വൾഗർ ആവല്ലോ. ഇതൊരു നല്ലൊരു എന്താ പറയുന്ന നല്ല കെമിസ്ട്രി ഫീൽ ചെയ്യുന്ന ഒരു സീൻ ആയിരിക്കണം എന്നായിരുന്നു എന്റെ മൈൻഡിലുള്ളത്. അങ്ങനെ വരാറുള്ളൂ. ഇത് കുറച്ച് മാറിയാലും ഇത് വൾഗർ ആകാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ ആവില്ല. അപ്പൊ എനിക്ക് മെയിൻലി ഇപ്പൊ ഷഹനാദിക്കും രാഹുലും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം അവരും അങ്ങനെ എടുക്കില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നതും കൂടി, ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷനിലായത് സീൻ വർക്ക് ആവുക. അപ്പൊ അത് ഓഡിയൻസിനും അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആണ് ഇതിന് വരുന്നത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോട്ടോ അത് പിന്നെ അത് ഇപ്പൊ കുറെ നാളായിട്ട് റിലേഷൻഷിപ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരാകുമ്പോഴത്തേക്കിനും അതിലോട്ടൊരു ഫോർമൽ ഒരു ഇത് വരും. നമ്മൾ എവിടാന്ന് ചോദിക്കുക, പറയാ ഇവിടാണ്, ഇതാണ്, ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഇതിലിപ്പോ വരുന്നത് ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ, ഇപ്പം അവളുടെ സൈഡിൽ നോക്കുമ്പോ ഒരു ഇൻഫിഡലിറ്റി പോലത്തെ ഒരു സാധനം ആകുമ്പോഴത്തേക്കിനും അതിനെപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊരിക്കലും ലോങ് ടേം റിലേഷൻഷിപ്പ് നിൽക്കുന്നവർ തമ്മിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു വൈൽഡ്നെസ് ഒന്നും ഉള്ളൊരു സാധനം പറ്റില്ല. അപ്പൊ ഇങ്ങനൊരു റിലേഷൻ, അപ്പൊ ഇതിനെ ഗ്ലോറിഫൈ, ചീറ്റിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും അല്ല ആ സീൻ ചെയ്യുന്നത്. റോഹന്റെ ക്യാരക്ടർ ആർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു സീൻ ചെയ്യുന്നത്. അവൻ എന്താണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു ഇത്. ആക്ടർ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, യു കറന്റ്ലി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ അത് ഈ ഒരു എസ്റ്റാബ്ലിഷ് പ്രോസസ് ഇങ്ങനെ പോകുന്നതിന്റെ കൂടെ നമുക്ക് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് വരും. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിൽ കുറച്ച് വൾണറബിൾ ആയിരിക്കും ചില സിറ്റുവേഷൻസിൽ. സോ ഹൗ റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരു ആക്ടർ ആൻഡ് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് യു ഡീൽ? ചെയ്യുന്ന കാര്യത്തിനോട് നമുക്കൊരു പ്രൊഫഷണലി നമ്മളത് ചെയ്യണം. ബിക്കോസ് ഇതൊരു കളക്റ്റീവ് വർക്കാണ്, ഫിലിംസ് ആണെങ്കിൽ. അപ്പം ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ടൈമിനെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യണം. ഇതിനെ പറ്റി നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്കിപ്പോൾ ഞാൻ ആക്ടറാണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വന്നു ചെയ്തു, അങ്ങനല്ല. നമ്മൾ അപ്പുറത്തിരിക്കുന്നവർ അല്ലെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരോടും കൂടെ നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ എപ്പോഴും കൺസേൺഡ് ആണ്. ചില സമയത്ത് ഞാനും ഇത് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കറക്റ്റായിട്ട് വരുന്ന ഒരാളെന്നല്ല, പക്ഷെ അങ്ങനെ ഒരു കൺസേൺ എപ്പോഴും എനിക്കുണ്ട്.
അത് ബാക്കിയുള്ളവർക്കും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുല്യ ചന്ദ്രയുടെ അടുത്ത് ഒരു നോൺ മലയാളി വരെയാണ്. ഉം. ആളെ മലയാള സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതുല്യ സജസ്റ്റ് ചെയ്യുന്ന ഒരു 3 സിനിമ ഏതായിരിക്കും? മണിച്ചിത്രത്താഴ്, ഓക്കെ. ദൃശ്യം. ദൃശ്യം പിന്നെ ഓൾറെഡി ഹിന്ദി വന്നിട്ടുണ്ട്, അതാണ് എനിക്കത്തില്ല. ബട്ട് എന്നാലും മലയാളത്തിലെ മലയാളത്തിൽ ഫസ്റ്റ് ഇതാണ് കുറച്ചുകൂടെ ഒത്തന്റിക് ആയിട്ട് എനിക്ക് തോന്നിയത്. സ്വന്തം സിനിമയുടെ പറയാം. DSR. Okay, Yeah. nice. Okay, now tell me the movie that made you cry. തന്മാത്ര. Ah, അത് കണ്ട് ഞാൻ കുറെ കരഞ്ഞായിരുന്നു. okay, which is that movie that made you laugh non-stop? ആട്. Ah, ആട് ഞാൻ കാണുമ്പോ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുമ്പോ കോളേജില്, yeah. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സെക്കൻഡ് ഇറങ്ങിയപ്പോഴും ഇപ്പൊ third വരാൻ പോവാണ്. തേർഡ് വരുന്നു. ആടിന്റെ ഒരു സറ്റയറും കോമഡിയും എല്ലാം ഷാജി എനിക്ക് പാപ്പന്റെ. ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ ചിരിച്ചിട്ടുണ്ട്. Nice, nice. Which is that movie that haunted you a lot? ഭൂതകാലം. ഭൂതകാലം കണ്ടിട്ടാണ് അപ്പൊ ആദ്യം രാഹുലിന് മെസ്സേജ് ഇടുന്നത്. അതെ 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 അതെ. അതിന് മുന്നേ എനിക്കൊന്ന് രാഹുൽ ഒരു റെഡ് റെയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അത് ഉണ്ട്. എനിക്ക് അത്ര അറിയില്ലായിരുന്നു. ഉം. ഭൂതകാലം ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ അപ്പൊ തന്നെ അത് കണ്ടിട്ട്. Which is that movie that you always rewatch? നാടോടിക്കാറ്റ്, അങ്ങനത്തെ അക്കരെ 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 അക്കരെ. അക്കരെ, അങ്ങനത്തെ കുറെ, മിഥുനം. മിഥുനം, ഇങ്ങനത്തെ കുറെ. എനിക്ക് ചിലപ്പോ ഈ സമയത്ത് ഈ ചില എന്തെങ്കിലും ഈ ഹൊറർ ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ, ഉം. ഇപ്പൊ നമ്മൾ ചിലപ്പോ സിക്ക് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഹൊറർ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ ഇച്ചിരി കംഫർട്ടിങ് ആയിട്ട് തോന്നും. ആ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താന്നറിയില്ല. അത് പുതിയ അറിവാ. അങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും കാണാറുണ്ട്. അപ്പൊ ഇൻ ഗോസ്റ്റ് ഹൗസിനോ ആ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇരുന്ന് ഇൻ ഗോസ്റ്റ് ഹൗസ് കോമഡി ഹൊറർ കോമഡി പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ, സിനിമയിൽ നിന്ന് പഠിച്ചൊരു കാര്യം, അതായത് ഒരു സിനിമ കണ്ടിട്ട് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭരത് ഗോപിന്റെ ഫിലിംസ് ഉണ്ടല്ലോ, ആ. അതിന്റെ ഒരു, ഞാൻ മുരളി സാറിന് പറഞ്ഞ സാറുണ്ട്. അപ്പൊ സാറ് എന്നെ ഒരു കുറച്ചാൾ ആക്ടിങ്ങിന്റെ ക്ലാസ് ഞാൻ സാറിന്റെ അടുത്ത് നടത്തുന്നു. ഉം. സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും ഭരത് ഗോപിയുടെ ഒരു ഫിലിം വെച്ച് കാണണം. അത് ഞാൻ അപ്പൊ ഒരു ദിവസം ഫസ്റ്റ് കണ്ടത് എന്താ എന്റെ പേര്, കുടിയേറ്റം. ഉം. കുടിയേറ്റം എന്നുള്ള ഫിലിം കണ്ടു ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ഞാൻ യവനിക കണ്ടു. ഉം. തേർഡ് ഡേ കാറ്റത്തൊരു കിളിക്കൂട്. ഇങ്ങനെ പുള്ളിയുടെ ഒരു 5 ഫിലിം വെച്ച് ഞാൻ ഓരോ ദിവസം കണ്ടു. ആ വേരിയേഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉം. അതായത് അതാണ് ആക്ടിങ്. ഓക്കെ. അത്ര നാച്ചുറൽ ആയിട്ട് ആ ക്യാരക്ടറിനെ ഡെപിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പം, ഇതിപ്പോ ഞാൻ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ പോയി ഫിലിം ചെയ്യുവാണെങ്കിൽ അത് ഞാനാവുന്നേ ഉള്ളൂ. നാച്ചുറൽ ക്യാരക്ടറിനെ നമ്മൾ നാച്ചുറൽ ആയിട്ട് കാണിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പം പുള്ളിയുടെ ഒരു ഫിലിംസിലും പുള്ളിയാന്ന് നമുക്ക് തോന്നത്തില്ല. ഭരത് ഗോപിയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ആ ക്യാരക്ടറിലോട്ട് ക്യാരിഡ് അവേ ആവും. എന്നാൽ പുള്ളിയുടെ ഓരോ ഫിലിംസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആൻഡ് ഹി ഹാസ് നെവർ ഡൺ എനി റോൾസ് റിപ്പീറ്റഡ് ആയിട്ട്. യൂഷ്വലി എന്താന്ന് വെച്ചാല് ഒരു ഫിലിമില് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റിന്റെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അത് തന്നെ യൂസ് ചെയ്യും പിന്നെ വരുന്ന ഫിലിംസിലെല്ലാം. ടൈപ്പ് കാസ്റ്റ് അല്ല, ആ ഒരു സാധനം ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് തന്നെ എല്ലാത്തിലും പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതിലതില്ല. ഞാനത് കേട്ടിട്ടുള്ളത് പുള്ളി അങ്ങനെ ചെയ്യാറുമില്ലായിരുന്നു. പുള്ളി ഓൾറെഡി ഒരു പർട്ടിക്കുലർ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിലിംസിൽ അങ്ങനത്തെ ചെയ്യാറില്ലെന്നാണ്. അത് എവിഡന്റ് ആണ്. അപ്പൊ പുള്ളിയുടെ ഫിലിംസ് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനെ മെനക്കെടണം. അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവന്ന് നമ്മൾ അത്രയും നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യണം. അതിനൊരു മെനക്കേടുണ്ട്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി. യു ഹാവ് ടു പ്രിപ്പയർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മളിപ്പോ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് സ്ക്രീനിൽ അങ്ങോട്ട് പോയി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമ്മൾ അതിന്റെ ഒരു പെർഫോമൻസും കൂടെ കൊടുക്കണം, അവർക്കത് ഫീൽ ആവണം. ഇതെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഭരത് ഗോപി സാറിന്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതായത്. All the best for Chandra Pictures. It was a pleasure having you. Thank you. Keep exciting us. Keep entertaining us. Sure. Thank you so much for your time. Thank you.